ശ്രീ പദ്ധതി പുനഃപരിശോധിക്കാൻ സർക്കാർ തീരുമാനിച്ചതോടെ CPI-CPM തർക്കം ഒത്തുതീർന്നു. വിഷയം പഠിക്കാൻ 7-അംഗ മന്ത്രിതല ഉപസമിതിയെ നിയോഗിച്ചു. വിദ്യാഭ്യാസ മന്ത്രി അധ്യക്ഷനായ ഉപസമിതിയിൽ K. രാജനും P. പ്രസാദും അംഗങ്ങളാണ്. റിപ്പോർട്ടും വരും വരെ പദ്ധതി മരവിപ്പിക്കാൻ ആവശ്യപ്പെടുമെന്നും പദ്ധതിയെക്കുറിച്ച് ഒട്ടേറെ ആശങ്കകളും പരാതികളും ഉയർന്നുവന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വിജയത്തിന്റെയോ പരാജയത്തിന്റെയോ ക്രെഡിറ്റ് എടുക്കാൻ CPI ഇല്ലെന്നും ഇടതുപക്ഷ ആശയത്തിന്റെയും മുന്നണിയുടെയും വിജയമാണെന്നും ബിനോയ് വിശ്വം പ്രതികരിച്ചു. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ധാരണാപത്രം ഒപ്പിട്ടപ്പോൾ അതുമായി ഒട്ടേറെ വിവാദങ്ങളും ആശങ്കകളുമൊക്കെ ഉയർന്നു വന്ന സാഹചര്യം കണക്കിലെടുത്ത് ആ പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച് റിവ്യൂ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ കാര്യം പരിശോധിച്ച് റിപ്പോർട്ട് ലഭ്യമാക്കുന്നതിന് 7 അംഗങ്ങളുള്ള ഒരു മന്ത്രിസഭാ ഉപസമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. അങ്ങനെ വിജയത്തിൻ്റെയോ പരാജയത്തിൻ്റെയോ കണക്കെടുക്കാൻ CPI ഇല്ല. CPI പറയും വിജയത്തിൻ്റെ കാര്യമാണ് പറയേണ്ടതെങ്കിൽ ഈ വിജയം LDFിൻ്റെ വിജയമാണ്, ഇടതുപക്ഷ ഐക്യത്തിൻ്റെ വിജയമാണ്, ഇടതുപക്ഷ ആശയത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും വിജയമാണ്.